കടുണ്ട് കണ്ണ അതനുസരിച്ച് പിടിച്ചു. അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി ഇതേ ഒരു കുഴിവറ്റിക്കലാണ്, ഒരു ഫെഡ്ലൈറ്റ് കുഴിവറ്റിക്കലാണ് കേട്ടോ. അപ്പൊ നമ്മളെ ബാക്കിൽ ഇതേ നിങ്ങൾക്ക് കാണാം കുഴി വറ്റിച്ചോണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു നൈറ്റിലാവാൻ കാരണം നമ്മളെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ കൂടി ചേർന്നിട്ടാണ് ഇത് പിടിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും എത്താൻ വേണ്ടിയിട്ട് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലായിട്ടാണ് നൈറ്റിൽ ഇവരിത് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു കുഴിയിൽ നിന്ന് മീൻ പിടിക്കുന്ന കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോയിൽ. ആ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഈ ഒരു മോട്ടർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കുഴിയിൽ നിന്ന് വെള്ളം അടിച്ച് വാർക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ വെള്ളം ഇതിലുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇതിലുള്ള വെള്ളം കംപ്ലീറ്റ് ഈ ഒരു മോട്ടർ ഉപയോഗിച്ച് അടിച്ച് വാർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു മോട്ടർ ആണിട്ടത്. അപ്പോൾ ഒരു 3 ഇഞ്ചോളം അതിൻ്റെ ഔട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വെള്ളം പമ്പ് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ ഈ ഒരു മോട്ടറിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിന് ഫൂട്ട് വാൾവ് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു മോട്ടർ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന മോട്ടറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചളി കാര്യങ്ങളൊക്കെ കയറി പോവും. കൂടെ മീനും കയറി പോകുന്നുണ്ട് കേട്ടോ. മീനൊക്കെ നമുക്ക് കുറേ മീനുകൾ നമുക്ക് അരഞ്ഞിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് വീഡിയോ കാണാം. അത് കൂടാതെ ഈ ഒരു കുഴിയിൽ നല്ല രീതിയിൽ ഉറവുണ്ട് കേട്ടോ. അതായത് നമ്മൾ വെള്ളം അടിച്ച് വാർക്കുന്നതിനിടയിൽ എന്തെങ്കിലും കാരണത്താൽ ഒരു 2 മിനിറ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു പഴയ രീതിയിൽ തന്നെ വെള്ളം നല്ല രീതിയിൽ ഏന്തി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധം വെള്ളം ഒതുങ്ങിക്കഴിഞ്ഞാൽ ഇവർ കിട്ടുന്ന മീനുകളൊക്കെ പിടിക്കുന്നുണ്ട്. ശേഷം വീണ്ടും വെള്ളം ഏന്തി വരുമ്പോൾ വീണ്ടും മോട്ടർ അടിച്ച് വെള്ളം വാർത്ത്, അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് മീൻപിടുത്തം. അതുപോലെ വെള്ളം അടിച്ച് വിടുന്ന ആ ഒരു ഔട്ട് വരുന്ന ഭാഗത്ത് ഇവർ ആ ഒരു പൈപ്പിൻ്റെ ഭാഗത്ത് ഇവരൊരു വലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അതിലൂടെ ഒരുപാട് മീൻ കയറി പോവും. അപ്പോൾ ആ ഒരു മീനുകളൊക്കെ നേരെ ആ ഒരു വലയിൽ ചെന്നിട്ട് ഔട്ട് ചാടുക. അപ്പോൾ അതൊക്കെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യുന്നത് ഈ ഒരു ജനറേറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഈ ഒരു ജനറേറ്ററിൽ നിന്നാണ് ആ ഒരു മോട്ടറിലോട്ടുള്ള പവർ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ജനറേറ്ററിൽ നിന്ന് തന്നെയാണ് ഇവിടെ കാണുന്ന ഈ ഒരു ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല പവർഫുൾ ആയിട്ടുള്ള ലൈറ്റാണ് ഇവർക്ക്. ഈ ഒരൊറ്റ ലൈറ്റ് മാത്രം മതി ഈ ഒരു കുഴിയുടെ കംപ്ലീറ്റ് ഭാഗം അവർക്ക് കാണാൻ കഴിയും. അപ്പോൾ ഫുള്ള് സെറ്റപ്പിലാണ് കേട്ടോ ഇവരെ ഈ ഒരു നൈറ്റിലുള്ള ഈ ഒരു കുഴി വറ്റിച്ചുള്ള മീൻപിടുത്തം. ഇനി നേരെ നമുക്ക് ഇവരെ മീൻപിടുത്ത കാഴ്ചകളൊക്കെ കാണട്ടോ. അജ്മല എന്താ പാട്? സബിത്ത മീനില്ലേ? കിട്ടുന്ന പൊരിക്ക് കമ്മനൊക്കെ ബക്കറ്റിലോട്ട് ഇടുന്നുണ്ട്. ഹെവിയാണ്. ജോല കണ്ണാകുട്ടിയാണ്. അതാ ചാടിയ കംപ്ലീറ്റ് മീനാണ്. ഈ ഒരു കുഴിയുടെ സെൻറ്ററിൽ ഈ ഒരു ചെറിയ കുഴി ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് മീനുകൾ അതാ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ചെറിയ ഭാഗത്തോട്ട് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വയമ്പുകൾ ഇതേ നല്ല രീതിയിൽ പൊന്തിക്കുന്ന ഒരു അടിപൊളി കാഴ്ച എനിക്ക് ഇവിടെ കാണാം. കംപ്ലീറ്റ് വയമ്പാട്ടാ. അപ്പോൾ ഇതാണ് ഈ ഒരു നെറ്റാണ് ഫൂട്ട് വാൾവിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന്ന് കിട്ടിയ മീനുകളാണ് ഇത് കംപ്ലീറ്റ്. ഇതൊക്കെ ചണ്ടിയൊക്കെ ഇങ്ങനെ ചളിയൊക്കെ കച്ചറൊക്കെ ഇങ്ങനെ വാരി ഇടുമ്പോൾ അതിലൊക്കെ മീനുകളൊക്കെ പൊരിക്കുകൾ. അതാ അത്യാവശ്യം ഒരു ഇതുവരെ കിട്ടിയതിൽ കുറച്ച് വലുതൊന്നും ഇപ്പൊ കിട്ടിയിട്ടാ. നല്ല മീനാണ്. കണ്ണ
നല്ലൊരു ഒരാളതാ. ഓ ഇതാണ്. ഓ ഇതിന്റെ സൈഡ് ഫുട്ബോളിലോട്ട് കയറിട്ടാ. കടുണ്ട് കടുണ്ട് ഒരു കുത്തിട്ടി. എന്താ കണ്ണനോ? നമ്മളീ ഒരു ചെറിയ കുഴിയുടെ നടുവില് വീണ്ടുള്ള ഒരു കുഴിയിലാണ് ഇപ്പോ. മുത്ത കരക്കുന്ന മീൻ പിടിക്കണ കൈസപ്പേര് കുഴിയുടെ ഫൈനൽ സ്റ്റേജിലാട്ടാ. പന്നിച്ചൊന്ന് കുടിക്കാൻ സമയം കംപ്ലീറ്റ് മീനാട്ടാ. ഇത് കൊട്ടടാ ആവേശകരമായിട്ടുള്ള മീൻ പിടുത്താട്ടാ. ഈ കണ്ണതടാ കണ്ണ രണ്ടെണ്ണം അതുണ്ടാവേ. ഇതേട്ടാ പോരിക്ക് അവിടെ ഒരു മട ഉണ്ട് കേട്ടോ ചെറുത്. ഇതിനുള്ളിൽ കംപ്ലീറ്റ് മീനാണ്. കിട്ടൂല ഈ കൂട്ടത്തിന്റെ ബാക്കിൽ നോക്കാം. ഇവിടെ നോക്കാം. ഈ ഒരു അവിടെ എന്താ മുത്ത് പൊത്തുണ്ടാ കിട്ടിയാ? അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒന്നുകൂടി കയറിയത്. അജു അതാ പൊരിക്ക് പൊരിക്ക്. അതതിന്റെ അപ്പുറത്ത് അതട്ടോ ഒരെണ്ണം വലുത്. ഇതൊന്ന് ഒന്നതാ മേലടാ. രണ്ടാളവിടെതാ. എന്താണ് പിടിക്കണേ? വിടല്ല അടിക്കുന്നില്ലേ? വെള്ളം കയറുന്നില്ലേ? അവിടെ ഇതട്ടാ അടുത്തതാ ഇപ്പൊ ഈ രീതിയിലട്ടാ ഒരു മോട്ടറിന്ന് ഔട്ട് പോകുന്ന വെള്ളത്തിന്റെ പൈപ്പില് വല സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതട്ടാ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒന്ന് കിട്ടിയതിലിപ്പോ ഏറ്റവും വലുതാ. നമ്മള് നിസാമ് പിടിച്ചൊതുക്കിയിട്ടുണ്ട്.
ചെറുതല്ലടാ. പണി ഇതുവരെ കിട്ടിയെല്ലാം കണ്ടു. അതനുസരിച്ച് പിടിച്ചു. അടിപൊളി. നോക്കട്ടാ. അടുത്ത് വന്നതാ. ചെറുത് വേണ്ട. സാധിക്കെത്ര കണ്ണ് എന്താ സാധിക്ക് കണ്ണ വെച്ചിരുന്നു. ഇതണ്ടക സാധിക്ക് കണ്ണ വെച്ചിരുന്നു. കടക അടക അടുത്ത് ചെറുതാട്ടാ. കൊച്ചിനുള്ളിൽ വെളുത്തിരി കണ്ണനാണ്. ചെറിയ ചെറിയ പൊരിക്കളൊക്കെ മെഷീനുള്ളിൽ കൂടെ പെറുക്കിയെടുക്കണ്ടല്ലോ അല്ലേന്ന്. നിസാമ എന്റെ ബാക്കിലിട്ട് അന്നെ നേരെ ബാക്കിൽ സാഹിത്യ കുട്ടീൻ്റെ അവിടെ സാധിക്ക ചെറ പറ കണ്ണനാട്ടാ. ചെറുതൊക്കെ മെഷീനിൽ പിടിക്കാം. മെഷീനിലാണ് പിടിച്ചിരിക്കണേ. ചെറുത് മൊത്തം മെഷീനിൽ പോട്ടെ. ഇതിലടിക്കാം. ഈ പന്നി സാധിക്ക അവിടേക്കാൾ കൂടിയാണ്. ഇതെന്താ പൊരിക്കളെ പൊക്കിക്ക. സാധിക്കണ പൊരിക്കൊന്നും നോക്കാത്ത ഇത്ര പൊരിക്കുന്ന ഇവിടെ ഫ്രണ്ടിൽ തന്നെ എത്ര അത്ര ചെറുത്ത് വേണം എനിക്ക്. എന്താ ജാവിത്തെ ചോപ്പ് കളർ വെച്ച് പെയിന്റ് അടിച്ചിട്ടോ. ഗൈസ്, അപ്പോൾ ഈ ഒരു മോട്ടർ വെച്ചതുകൊണ്ട് ഒരുപാട് മീനുകൾ ആ ഒരു മോട്ടറിലൂടെ കയറി പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മോട്ടർ വെക്കാനുള്ളൊരു കാരണം ഇതിലുള്ള ചെളി കുറച്ച് അടിച്ച് കയറ്റാതിരുത്തിയിട്ടല്ലേ മുത്തോ? ആ, അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു മോട്ടർ വെച്ചത്. ചെളി മോട്ടറിന്റെ ഒരു വിഷയം വരുന്നുണ്ട്. നല്ലൊരു മോട്ടറും കിട്ടി, നല്ല സാഹിത്യം കിട്ടി. നമ്മൾ പുതിയ പണിക്കാരൻ ഇപ്പൊ ടോർച്ച് അടിക്കണ പുതിയ അല്ല ഇത്രയും കാലം സായിക്കുണ്ടായിട്ട് ഞങ്ങളെ കൂടെ സായിക്ക് ആദ്യമായിട്ട് വന്നപ്പോ മീൻ കൂടുതൽ എന്നാലും മുത്ത് കുറി സൂപ്പർവൈസറായി. അതെന്താ സൂപ്പർവൈസർ ആയത്? ആൾക്കാർക്ക് അവസരം കൊടുക്കാൻ മുത്ത് പുതിയ ആൾക്കാർക്ക് അവസരം കൊടുത്തേട്ടാ. മെഷീൻ കൂടെ കയറി മീൻ. ഗൈസ്, നമുക്ക് മെഷീൻ കൂടെ കയറിയ മീനുകളൊക്കെ ഒന്ന് കാണാം. ഒരു ബക്കറ്റ് ഫുള്ളായി, രണ്ടാമത്തെ ഫുള്ളായി. ഇപ്പതാ മെഷീൻ കൂടെ കയറിയ മീനുകൾ കേട്ടോ ഇവിടൊക്കെയാണ്. പൂക്കളിലൂടെ ഇപ്പൊ കയറിയതാണ്. തലല്ല
മിഷൻ കയറി ഇത്രയും മീൻ ഇപ്പൊ തിന്നിട്ട് ഇതെന്താ വല പൊട്ടിയത്? അപ്പോൾ ഈ ഒരു ഫുഡ് വളവിൻ്റെ അവിടെ വെച്ച ലാസ്റ്റ് ട്രിപ്പിൽ ഇവിടെ വെച്ചിരുന്ന വല ജസ്റ്റ് ഇല്ലേ ഒന്ന് ആ ഒരു വല അതിൻ്റെ അവിടെ നിന്ന് പോയി എന്നതാരും ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്ത് അതുകൊണ്ടാണ് കേട്ടോ തപ്പുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ മീനുകളാണിത്. അതുപോലെ ആ ഒരു വലയിൽ നിന്ന് കിട്ടിയ മീനുകളാണ് ഇവിടെ ഈ ഒരു ബക്കറ്റിലുള്ളത് കേട്ടോ. അപ്പോൾ അതാ മീൻപിടുത്തം പരിപാടികളൊക്കെ ഏകദേശം അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അവർക്ക് കിട്ടിയുള്ള മീനുകൾ കാണാം. ഈ ഒരു 3 ബക്കറ്റിലായിട്ടാണ് കേട്ടോ മീനുകൾ. അപ്പോൾ ഇത് ടോട്ടലായിട്ട് നമുക്കിത് കൊട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണട്ടാ. അപ്പോൾ കേട്ടാ കിട്ടിയിട്ടുള്ള മീനുകൾ കംപ്ലീറ്റ് ചെയ്ത ഈ ഒരു കൊട്ടത്തലത്തിൽ ഏറ്റവും വലിയ മീൻ അതാണ് കിട്ടിയ. വെള്ളം പറ്റണം. സാലിന്റെ കല്യാണം ചോദിക്കാത്തത് എന്ത് സാലിന്റെ കല്യാണം ചോദിക്കാത്തത്? അവന്റെ കാരണം വേണ്ട. അല്ല